ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് എ റോയൽ CPM. ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി സ്ക്രാപ്പ് ഒന്ന് എടുത്തിട്ടുണ്ടല്ലോ ഗൈസ്. അത് നമ്മളെ സിറ്റി 1 അതേ നല്ലോണം പോകാണ്ട് ഡ്രൈവ് ചെയ്യാണ്ട്. സിറ്റി 1 എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ എല്ലാണെന്ന് തോന്നുന്നത്. എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു വിൻറ്റേജ് വണ്ടിയാണ്. സോ അവൻ്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചുതരാം. വെയിറ്റ് ചെയ്യൂ ഗൈസ്, എൻ്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചുതരാം. ഒരു മിനിറ്റ്. എടാ റോയല്, എന്നെ രാവിലെ സ്ക്രാപ്പിലെ ചങ്ങായി എന്നെ വിളിച്ചിനി. ആടെ ചങ്ങായിൻ്റെ അടുത്തൊരു വില്ലേജ് വണ്ടി ഉണ്ട് എന്നോട് പറഞ്ഞു. നമുക്കെന്നാ പോയാൽ നീ പോയി റിക്കവറി വേനെടുത്തിട്ട് നീ എൻ്റെ വീട്ടിലേക്കാം. ഗൈസ്, ഇതാണ് ഗൈസ് വോയിസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് വണ്ടി പോകാം. അവൻ്റെ വീട് അടുത്ത് തന്നെയാണ്. നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോവാം. പറയാൻ കുറച്ച് ഡാർക്കാണ്. ഞാനൊന്ന് എഞ്ചിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. റിക്കവറി വാനില്ല, കുറച്ച് ഡാർക്കാണ്. റോഡ് നോക്കിയിട്ട് നമ്മളെ ഇടത്തേക്ക് വന്നിട്ടുണ്ട്. എടാ നമുക്ക് വിട്ടാലോ? പോകാനുള്ള സീനൊന്നുമില്ല. അത്യാവശ്യം ലോങ്ങെത്തേണ്ട വണ്ടി എടുത്തിട്ട്. അതെ, കുറച്ച് ലോങ്ങുണ്ട്. നമുക്ക് പോവാ. വണ്ണല്ലേ നല്ല വില്ലേജ് വണ്ടിന്ന് പറഞ്ഞേ. കിട്ടാണെങ്കിൽ സെറ്റായിരിക്കും മോനെ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇത്രയും ഡിലേ ആക്കുന്നില്ല നിങ്ങളാ. നമുക്ക് അവിടെ സിറ്റി 1 എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ സമയത്ത് ട്രാവലിന് ശേഷം ഇവിടെ എത്തി. ഞാൻ കുറേ വഴി ഇടുന്ന് തെച്ച് ഞാൻ മുക്കിനിന്നല്ല, കുറേ സമയം ഇടുന്നത് തപ്പി. ഞാൻ മാപ്പിൽ വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു ലൈസ്, ഇവിടെ ലൈസ് ഇവിടത്തേക്കാണ്. ചാനലിൽ പോയിട്ട് കുറേ ഞാൻ വഴി നോക്കി. ലാസ്റ്റ് ഇവന് ചോറോ അവനെ വിളിച്ച് എന്നിട്ടാണ് പറയുന്നത് അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള സ്ഥലമാണ് ഇല്ലടാ. അതെ, ആടെയാന്ന് തോന്നുന്നത്. അത് ഞാൻ തോന്നുന്നേ അറിയില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇറങ്ങടാ, ആടാ വണ്ടി തപ്പാല. എടാ ഓനിക്കറിയാത്തോണ്ടല്ലോ എടാ നിന്നോട് ഇതാക്കാൻ പറഞ്ഞു, തപ്പാൻ പറഞ്ഞു. എടി ഇവിടെ ഒന്നും കാണില്ലല്ലോ. എവിടെയാടാ കൊണ്ടുപോയി കാണിക്കുന്നുണ്ടല്ലോ. ഞാനും ശ്രദ്ധിക്കണം. ആ ഉള്ളത് വണ്ടി തന്നെയാ. ആടെ തന്നെ വണ്ടി തന്നെയാണ്. എടുക്കാറിയോ? ഞാൻ പറഞ്ഞുതരാ. നീയാണ് ആള് മരത്തുമ്പോ കയറ്റി കളിക്കും. ചെറിയൊരു ഇതുണ്ട്. കണ്ടില്ല വരുമ്പോ മട്ടുമ്പോ കേട്ടില്ലാന്നുണ്ടായി. എടുത്തോ. ആ മതി. ചെക്കനാടാ വണ്ടി കുടിക്കി വെച്ച്. അങ്ങനെങ്കിൽ മുക്കിപ്പോറിട്ട് എടുക്കടാ.
മിക്കവാറും വണ്ടി എല്ലാം ഇത് കണക്ട് ചെയ്തും കേട്ടോ. അവിടെ നീ ലൈസൻസ് കേരളയിൽ വെക്കുന്നല്ലോ കളിപ്പുറത്തിന് എന്നിട്ട് കണ്ട് തളിപ്പറമ്പിന്റെ പവർ എടുക്കാൻ മടിയടാ പോയിട്ട് വണ്ടി എടുക്കാൻ മടി. എടുത്തോ 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 എങ്കിലും വരുവോടാ. അവിടെ കുടുക്കി വണ്ടി തന്നെയാണ് ഞാൻ പോയിട്ട് നോക്കിട്ട് വരണം. വണ്ടി സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് വരാം ഏട്ടാ. അല്ലാണ്ട് ഇവിടുന്ന് എടുക്കൽ ഇമ്പോസിബിളാണ്. എനിക്കിന്നെ ഡ്രൈവിങ് അറിയില്ല. എവിടെയെങ്കിൽ കൊണ്ടുപോയി കയറ്റിക്കളി. അത് ആടാ അത് വണ്ടി തന്നെയാടാ. ഓ അല്ല കണ്ണ് നീ പാവം പറഞ്ഞിട്ടായിരിക്കും ഇനി നടക്കാൻ കഴിച്ചു കുറെ കാലം. ഇത് ഡോർ ലോക്ക് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കയറ്റിത്തരാം. നമ്മുടെ അവിടെ നിന്ന് ജമ്പ് ചെയ്തു. നമ്മളെ വണ്ടി കേറിയിട്ടുണ്ട്. ഡോറിൽ അൺലോക്കാണ്. അവിടെ കേറൂല വീട്. വണ്ടിന്റെ ഇന്റീരിയറിനൊക്കെ പൊടി പറ്റിയിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ വണ്ടി പെരുപ്പിൽ കളിക്കാണ്. എടാ വണ്ടിന്റെ ഇഞ്ചിന്റെ എന്തോ സീനായിട്ടാണുള്ളേ. ഇഞ്ചിനെന്തോ സീനായിട്ടുള്ളേ. നീ ഇങ്ങന്ന് വണ്ടിയാടെ വെച്ചിട്ടിങ്ങോ വാടാ. വണ്ടി കായ്ച്ചൊരു മിനിറ്റ് വണ്ടി ഓണാന്നില്ലടാ. ഞാൻ ഒന്നൊന്ന് കൈ കൊടുത്ത് നോക്കട്ടാ. ആ വണ്ടി മുന്നോട്ടേക്ക് പോയാണ്. അടേ ഓണായി അല്ല നീ വണ്ടി കുറച്ച് മുന്നോട്ടേക്ക് എടുത്തിട്ട് മറ്റേ ആടെ ചെറിയൊരു സ്ഥലം കേട്ടാൻ പറ്റും. വണ്ടി അങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. എടാ മറ്റേ സാധനം തുറന്ന ലോഡിങ്ങിന്റെ കുറച്ച് മുന്നോട്ടേക്ക് എടുത്താൽ മതി. ആ നീ തുറന്നോ സെർവർ ബഗ്ഗാണ്. തുറക്കടാ. എടാ പൂട്ടല്ലടാ നീ പൊട്ടനാ. ഇതാണ് ഇവന്റെ ഞാൻ വണ്ടി കൊടുക്കാത്ത കാര്യം. എന്തെങ്കിലും ഒരു പൊട്ടൻ പരിപാടി കാണിക്കില്ല. ഇതൊരു പൊട്ടൻ പരിപാടി കാണിക്കില്ല. ഇതാക്കല്ലേ അപ്പത്തെ പൊട്ടൻ പണി റിവേഴ്സ് അടിച്ചാട്ടായിരുന്നു വണ്ടി. ഇവന്റെ കൊടുത്താൽ ഇവനിക്കിതാ ഹോബി. റാമ്പ് താത്താ പൊട്ടിക്കുക സാധനം താത്തല്ലേ പൊട്ടൻ കളി അടിക്കല്ലേ. ഗായ്സ് കുറേ സമയത്തിൻ്റെ ഇതിൻ്റെ ശേഷം കേസ് വന്നു. ഞാൻ കേട്ടിയായിരുന്നു. ഞാൻ വണ്ടിയിൽ കേട്ടില്ല. ശിവനാണ് എടുക്കുന്നത്. ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ആ എടുക്കണേ. പിന്നെ ഓവർ ടൈം ഞാൻ വെറുപ്പിക്കുന്നില്ല. മോനെ പോന്ന് തന്നെ വേറെ ഗാരേജിൽ എത്തിയിട്ടായിട്ട് ബാക്കി കാണിച്ചില്ല. ഞാൻ തന്നെ ഒരുപാട് വണ്ടിയെടുത്ത് വാങ്ങി അതിലെടുത്തില്ല. ഞാൻ തന്നെ വണ്ടിയെടുത്ത് പോകുന്നവരുണ്ട്. ഇവനെ കൊടുക്കൂല. അതെന്നെ ഞാൻ വാങ്ങുകയെ. ഞാൻ എത്തിക്കണം. നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ഞാൻ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗാരേജിലാണ് പണിയാൻ കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വണ്ടി റിപ്പയറാണ് കൊടുക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് മാലകൾ വെക്കും. ഇറങ്ങാണ് ഐസ്. അത് നിർത്തടാ. വണ്ടി എടുത്തിട്ടാ റാമ്പോപ്പണേ. നിർത്ത്
ഒരു ഗ്ലിച്ച് പണ്ടാരെ ഗ്ലിച്ചാണ്. എങ്ങനെയുണ്ടടാ എന്റെ ഡ്രൈവിങ് തീരെ മോശം. ഉടലോ കയറ്റാൻ പോയി സ്റ്റാരിങ് പിടിച്ച് കളിച്ചോണ്ട് മാത്രം നേരെ ഗായ്സ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഇവിടത്തേക്ക് ഗായ്സ് നമ്മള് വരുന്നുണ്ട്. ഇനി ഇവിടെ ഇനി വണ്ടി നമ്മള് മിക്കവാറും മറ്റേ വണ്ടി വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഇവിടത്തേക്ക് എത്തി. ഗൈസ് ആ റിക്കവറി വാൻ വെച്ച് വലിച്ച് കയറ്റി കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ലോഡ് ചെയ്യണം വണ്ടി. ഇപ്പൊ ചെക്കനാടുന്ന് മുട്ടായി അടിയോണ്ടിയാ തോന്നുന്നു ഗൈസ്. ഗൈസാനെ നമ്മക്ക് ഇനി വണ്ടി ഒന്ന് ലോഡ് ചെയ്യാം. ഞാൻ മിക്കവാറും അതിനെ കൊല്ലും. അണക്കേരാണ്ടാവുമ്പോ മുട്ടായി ഒന്നില്ല. വണ്ടിയിൽ മുട്ടായി ഇടാൻ ചാൻസ് കുറവാണല്ലോ. ഞാൻ പോലും തിന്നിട്ടില്ല മറന്നു വെച്ച്. എന്തായാലും ഞാൻ തീരാക്കും. അടിക്കൽ കഴിച്ചാണ്. ഞാനന്ന് പല്ലൊക്കെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞിന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ ഈ വണ്ടി കുറച്ച് കഴിഞ്ഞേ കാണും. മുട്ടായില്ല. ഞാൻ പോലും തിന്നാത്തോണ്ട് എങ്ങനെ നീ ഒന്നും എൻ്റെ വണ്ടി നിർത്തിട്ട് അറിയാണ്ട് ഒന്നേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. മയ്യ എനിക്ക് പോകുമ്പോ ഉറുപ്പിന്റെ മുട്ടായി തന്നോളൂ. ഉറുപ്പിന്റെ മുട്ടായി എൻ്റെ ഉറുപ്പ്യ പോയി വാങ്ങി തന്നിട്ടില്ലെങ്കിൽ ഞാൻ ബാക്കി എനിക്ക് കാണിച്ചു തരാം. എന്റെ വീട് ഞാൻ ബോംബിട്ട് തീർക്കും. അല്ല ബോംബിട്ട് ഞാൻ പൊളിക്കും. മര്യാദക്ക് ആയിക്കോട്ടെ. ഈ വണ്ടി കാണിച്ചിട്ട് കാണാൻ കഴിയും. അപ്പൊ ഈ നമ്മളെ ചക്കൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിൽ ടോപ്പ് റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. എടാ ഇവന്റെ വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ അത്യാവശ്യം വർക്കുള്ളതാണ്. വന്നിട്ട് ചോദിച്ചു നോക്കാം. അടുത്ത് ഫ്ലൈൻ സ്കെയറുകൾ ടൈപ്പാണ് അതിന് സ്റ്റിക്കർ വരച്ചു കൊള്ളണം. എടാ നീ സ്റ്റിക്കർ വരച്ചു കൊള്ളണം വണ്ടിന്റെ. ഇല്ലടാ നിന്റെ അടുത്ത് ഗ്ലിച്ച് അടിച്ചിട്ട് കാണുന്നതാണ്. ഗ്ലിച്ചായിരുന്നാ വണ്ടിക്ക് തിരിച്ചും ചാടിണ്ടല്ലോ. നിന്നെ കൊണ്ടാ. നിന്നോട് ഞാൻ ആരും പറഞ്ഞില്ല. അങ്ങോട്ടേക്ക് വന്ന് നിൽക്ക്. 2500 രൂപ കൊടുത്തിട്ടാണ് ഇതാക്കിട്ട് പറഞ്ഞു ബാക്കി. എടാ ഞാൻ ചെറിയൊരു ഇതിലാടാ. അതുകൊണ്ടാ ഇവിടെ ആവുമ്പോ നല്ല സുഖമുണ്ട്. കടന്നിറങ്ങനെ കാറ്റും കൊണ്ടിട്ട് ബാ നമ്മളെ വണ്ടി നോക്കാൻ പോലാ. വണ്ടിക്ക് എടുക്കണ തന്നെയാണ് ഞാൻ സോണി വണ്ടിയിൽ കളിക്കൊണ്ടാ പറഞ്ഞിട്ട് തന്നെയാണ്. പ്ലെയിൻ സ്പീഡ് എക്സാക്ട് പ്ലെയിൻ സ്പീഡ് പത്ത് ഹോസ്പിറ്റലിലല്ലേ മറ്റൊന്ന് കയറ്റിയേക്കല്ലേ. ആ പറപ്പിച്ചേ അതാണിപ്പോ അവര് കാറിൽ എന്റെ കൂടെ ഇപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മളെ ഗരേജ് എടുത്ത് തന്നെയാണ്. നമ്മളെ ഗരേജിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി അടക്കുന്ന കിടപ്പുണ്ടോ നമ്മളെ റോയൽ സിറ്റി എന്നൊക്കെ മാറ്റിയാണല്ലോ ഇവർ പറഞ്ഞത്. ഇഞ്ചിന് എല്ലാം ചെയ്തിട്ടുണ്ട്. എടാ അടുത്തേക്കട കയറിപ്പോന്ന്. ഇപ്പുറത്തെ സീറ്റിലല്ലടാ കയറണ്ടേ. ആടാ ഇപ്പുറത്ത് കയറിപ്പോന്ന്. നീ എടുക്കണ്ടേ ഞാൻ തന്നെ എടുക്കും. ആടാ നീ എടുക്കല്ലടാ. അവിടെ പോയാ അടുത്ത് പോയാ വിളിച്ചാ അതവിടെ തീറ്റ എടുത്തിട്ട് പോലും ഇല്ല ഈ വണ്ടി. നമ്മളെ കാണാനായിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മളെ റോയൽ കിച്ചൺ ജീവവേവിന്റെ വീഡിയോ ഇന്നലെ ഇട്ടതാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ചെയ്യുക. ഇവിടുന്ന് വേറെ ഒരു പണിയും ഇല്ല. നേരെ നമ്മളെ വീട്ടിലേക്ക് പോകണം. പക്ഷേ അവിടെ എത്തിയിട്ട് വേണം കേസ്. നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എടാ
വണ്ടി വെച്ചോ ഇവനെ കോൾ ചെയ്താണ്. ഇവന് എവിടെ എത്തിയടാ? നീ എവിടാ? എടുത്തോ വണ്ടി എടുത്തോ. സിനി ഇവിടുന്ന് നേരെ നമ്മള് ഡയറക്റ്റ് നമ്മളെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയിട്ട് അപ്പൊ കഴിച്ചാണ് വീട്ടിലെത്തി. കുറേ സമയത്ത് ട്രാവലുണ്ട്. നല്ല ടയേർഡാണ്. നമ്മളെ വണ്ടി കാണിച്ചത് ഓനിക്ക് ഞാൻ വണ്ടി വാഷ് ചെയ്ത് കൊടുത്തിന്. ഇത് ചെയ്യുന്നുണ്ടായിട്ടില്ല. ഞാൻ വണ്ടി ഏസ് കാണിച്ചില്ല. വണ്ടി ഞാൻ ഇവിടെ ബോണറ്റും തുറന്നിട്ടിട്ട് വെച്ചിട്ടാണ് ഏസ് ഉള്ളത്. ഞാൻ പിന്നെ മെയിനായിട്ട് പോകാനുള്ളതിന് കാരണം മൗണ്ടനിലുള്ള അവർ സെറ്റ് ടീംസാണ് ഏസ്. നമ്മളെ ചെറുക്കനും ഇവിടെ കിടക്കുന്നുണ്ട്. അതിന് നെക്സ്റ്റ് വീഡിയോ ഇറങ്ങുന്ന നേരം വെയിറ്റ് ചെയ്യും. അത്ര എനിക്ക് പറയാൻ കഴിയും. ഞാൻ പോയിട്ട് തുറന്നിറങ്ങട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവ ലൈക്ക് ചെയ്യാത്തവ ലൈക്ക് ചെയ്യും. എന്നാൽ ഞാൻ പോയി. നല്ല ടയറാണ്. ഇറങ്ങിയിട്ട്